കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നേരത്തെ യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദ് ചെയ്തു എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ അത് വിസിയുടെ നടപടി നിയമവിരുദ്ധമാണ് എന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു. രജിസ്ട്രാർക്ക് പറയാനുള്ള ഒന്നും തന്നെ അവർ കേട്ടിട്ടില്ല. അത് കേൾക്കണമെന്നുള്ളൊരു ചട്ടം തന്നെ ഉണ്ട്. ചട്ടം അങ്ങനെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സംഭവങ്ങൾ പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവർ അത് പരിശോധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. ഇപ്പോൾ സേഫ് സൈൻ ലാബ്ദിൻ വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. സേഫ്, സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വിശദീകരണം എന്താണ് വിഷയത്തിൽ? VC ഉപയോഗിച്ചത് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനം, VCയുടെ മോഹൻ കുന്നുമലിന്റെ തീരുമാനം, അത് സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള തീരുമാനമാണ്. അത് സിൻഡിക്കേറ്റിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമായതുകൊണ്ട് കഴിഞ്ഞ തവണ എടുത്ത തീരുമാനം സിൻഡിക്കേറ്റിന്റെ പരിഗണനാ പട്ടികയിലേക്ക് കൊണ്ടുവന്ന് സിൻഡിക്കേറ്റിന്റെ അനുമതി അതിന് നേടിയെടുക്കണം. അത് ചെയ്യാൻ വേണ്ടി താൽക്കാലിക ചുമതലയുള്ള VC തയ്യാറായിട്ടില്ല. അവർ യോഗം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞില്ല, യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് VC ഉണ്ടായിരുന്നു. ആ പ്രമേയം സിൻഡിക്കേറ്റ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിയമപരമായ തീരുമാനം എടുത്തിരിക്കുന്നത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിന്റെ തീരുമാനം നാളെ ഹൈക്കോടതിയെ രേഖാമൂലം അറിയിക്കും. അത് കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരിക്കും അറിയിക്കുക. VC എന്ത് തീരുമാനമെടുത്താലും അത് നിയമപരമായി നിലനിൽക്കില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇടതുപക്ഷ അംഗങ്ങൾ. സാധാരണഗതിയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെങ്കിൽ VCയുടെ സാന്നിധ്യം വേണം. അത് VC ആണ് വിളിക്കേണ്ടത്. VC ചെയർ ചെയ്തിട്ടാണ് സിൻഡിക്കേറ്റ് യോഗം നടക്കേണ്ടത്. ഇവിടെയും VC ചെയർ ചെയ്തിട്ടാണ് യോഗം നടന്നിട്ടുള്ളത്. പക്ഷേ യോഗം തുടങ്ങിയതിന് ശേഷം VC ചെയറിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ചാപ്റ്റർ 6 പ്രകാരം സിൻഡിക്കേറ്റിലെ ഒരംഗത്തിന് ചെയർ ചെയ്തുകൊണ്ട് യോഗം നടത്തിക്കൊണ്ട് പോകാമെന്ന് സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 19 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് ഇടതുപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെ കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഹൈക്കോടതി അറിയിക്കാൻ പോകുന്നത് സിൻഡിക്കേറ്റിന്റെ തീരുമാനമായിരിക്കും എന്നാണ് ഇടതുപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നാളെ ഹൈക്കോടതിയിൽ VCയുടെ അഭിഭാഷകനും കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലും തമ്മിൽ വലിയ തർക്കങ്ങൾ കോടതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. അമൃത, ശരി. സേഫ് സൈൻ ലാബ്ദീനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം.